ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ വേണ്ട വേണിയാണെങ്കിൽ ആകെ ചീര അടുക്കുവാണ് രഞ്ജുവിനോട്. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി, നീ ഇറങ്ങിപ്പോയിക്കോ, ഇനി എൻ്റെ കൺവിട്ടത്ത് കണ്ടു പോവരുത്, പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തള്ളി. അപ്പോൾ കുറച്ചു നേരം രഞ്ജു അവിടെ നിന്നു. എന്നിട്ട് രഞ്ജു അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ്. വേണി ആകെ സങ്കടപ്പെട്ട് അതുകൊണ്ട് ഐസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തലയും ചായ്ച്ച ആരുമില്ല, ആരും വന്നില്ല. അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയും ഷാനിനെയും കിരണിനെയാണ്. എൻ്റെ പൊന്ന് ധ്രുവമച്ചാനെ, എന്ത് അബദ്ധമായി പോയി കാണിച്ചത് എന്ന് ചോദിച്ചു. എടാ ഷാനെ, ആദർശിന് നല്ലൊരു ഉഗ്രം പണിയല്ലേ ഞാൻ കൊടുത്തത്. ധ്രുവൻ ശിവാനിയെ കൊടുത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ഇങ്ങനൊരു പണി ആവശ്യമായിരുന്നു. പക്ഷേ നിനക്കെന്താടാ പിന്നെ ഒരു ഡൗട്ട്? നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. മച്ചാനെ ധ്രുവ, ആദർശ് തട്ടിപ്പോയോ ഓക്കെ, ഇനി അതല്ല അവൻ ജീവനോടെ തിരിച്ചു വന്നാൽ അവൻ ഈ പരുവത്തിലാക്കിയത് മച്ചാനാണെന്നുള്ള കാര്യം ആദർശ് പോലീസിൽ അറിയിക്കില്ലേ? എന്താ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കാര്യം തീരുമാനമായി. ആദർശ് രക്ഷപ്പെട്ടാലല്ലേ ഈ കോംപ്ലിക്കേഷൻസ് ഉള്ളൂ, ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല. എന്താ പക്ഷേ എൻ്റെ പൊന്നു മച്ചാനെ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? അവനെ തട്ടിക്കളയാനാണോ? പോലീസിനോട് അവൻ എൻ്റെ പേര് പറയില്ല, അത്രയേ ഉള്ളൂ. ഇനി ആദർശിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസ് ഹോസ്പിറ്റലിൽ നല്ല സെക്യൂരിറ്റി ഉണ്ട്, CCTV ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തും? ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. ആദർശിന് പണി കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കയറിയാൽ നമുക്കായിരിക്കും പണി കിട്ടുക. അവനുള്ള പണി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കും. ധ്രുവ, നീ ഹോസ്പിറ്റലിലേക്ക് പോവരുത്, അത് മണ്ടത്തരാണ്. മച്ചാനെ, ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, അബദ്ധം കാണിക്കരുത്. എടാ നിങ്ങളൊന്ന് കേൾക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവിടേക്ക് പോകാൻ കഴിയുന്ന ആളുണ്ടെങ്കിലോ? അപ്പം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരാൾ ആദർശിൻ്റെ പണിയങ്ങ് തീർത്താലോ? ആരാ അങ്ങനെ ഒരാൾ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ കയറി അവന് പണി കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരിക്കണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിരിക്കണം. ഇത് രണ്ടിലും ഏതെങ്കിലും ആയിരിക്കണം. ശരിക്കും അയാൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ധ്രുവനിങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അട്ടഹസിച്ച് നിൽക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മിഥുനാണ്. നമ്മുടെ ശ്യാം സാറും നന്ദിനി അമ്മയും മുത്തശ്ശിയും ആരതിയും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ വേണിമോൾ ആകെ തകർന്ന് നിൽക്കുക കേട്ടോ. വേണിമോളെ എന്ന് വിളിച്ചു. അപ്പോൾ നന്ദിനിയമ്മേ എന്ന് വിളിച്ച ഒരേ കരച്ചിൽ. മോളെ, പ്രൊഫസറെ, ആദർശേട്ടൻ എവിടെ എന്ന് ചോദിച്ചു. അപ്പം ആദർശ് എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ഓപ്പറേഷൻ തിയേറ്ററാ പ്രൊഫസറെ എന്ന് പറഞ്ഞു. എൻ്റെ ശ്രീകണ്ഠേശ്വര, എന്താ സംഭവിച്ചത്? ശ്യാമേട്ടാ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. നന്ദിനിയമ്മേ, അപ്പം താനിനി എങ്ങനെ തുടങ്ങല്ലേ? അതെ, ആദ്യം ഒന്ന് സമാധാനപ്പെട് നന്ദിനിയമ്മേ എന്ന് പറഞ്ഞ്. ആകെ എനിക്ക് പേടിയാവോ നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. മോള് പേടിക്കണ്ട കേട്ടോ, അവന് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയും എല്ലാവരും ആശ്വസിപ്പിക്കുക. എൻ്റെ മോന് ശ്രീകണ്ഠേശ്വരനെ നോക്കിക്കോളും, മോള് ധൈര്യമായിട്ടിരിക്കുക. വേണി മോളെ, ഇതെങ്ങനെയാണ് മോളെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പം കുറച്ചു നേരം നിന്നിട്ട്, പറ മോളെ, അവൻ്റെ തലക്കടിച്ചത് ആരാ മോളെ, സത്യം പറ എന്ന് പറഞ്ഞു. അത് പിന്നെ ആരാണെന്നൊന്നും അറിയില്ല നന്ദിനിയമ്മേ. പിന്നെ ആദർശേട്ടൻ്റെ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയില്ലേ, ശിവരഞ്ജിനിന്ന്, ഉണ്ട്, അവന് ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചാൽ ഇതൊക്കെ സംഭവിച്ചത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. നമ്മുടെ ഭാഗ്യദോഷത്തിന് എന്താ പറ്റിയെന്നറിയില്ല. ആ സമയത്ത് വീട്ടിൽ ഒരു കള്ളൻ കയറിയിരുന്നു. അത് അവന് അകത്ത് ഒളിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അതൊന്നും. പക്ഷേ അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ആദർശേട്ടൻ്റെ തലക്കടിച്ചിട്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. എൻ്റെ ഈശ്വര, അവൻ ആ വീട്ടിൽ പോയതാ എല്ലാത്തിനും കാരണമായത്. ഞാനാ ഇതിലെല്ലാം കാരണക്കാരി നന്ദിനിയമ്മേ. ഞാനാ നിർബന്ധിച്ച് കൊണ്ടുപോയത്. ഞാൻ കാരണം നന്ദിനിയമ്മേ ഇപ്പം ആദർശേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചേച്ചി കരയല്ലേ എന്ന് പറഞ്ഞ് ആരതി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിഷമിക്കാതെ മോളെ, വരാനുള്ളത് എവിടെ ഇരുന്നാലും വരും. അതിന് മോള് വിഷമിക്കാതെ, ഇതൊന്നും നിൻ്റെ കുറ്റമൊന്നും അല്ല. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് അവൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കൂ.
തലയിലെഴുത്ത് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ മുത്തശ്ശി. എൻ്റെ ആദർശേട്ടന് എന്തെങ്കിലും പറ്റുമോ? ഞാൻ നിർബന്ധിച്ചാണ് മുത്തശ്ശി ഞാൻ കൂട്ടിക്കൊണ്ട് പോയത്. വേണ്ട വേണ്ടാന്ന് ആദർശേട്ടൻ ഒരുപാട് പറഞ്ഞതാ, പക്ഷേ ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം സങ്കടം. സാരമില്ല, നീ വിഷമിക്കാതെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ. ദേ, ആദർശിന് ഒരു കുഴപ്പമുണ്ടാവില്ല. മോളുടെ നന്ദിനിയമ്മയല്ലേ ഈ പറയണത്. മോള് സങ്കടപ്പെടാതെ കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ വേണിക്ക് താങ്ങും തണലുമായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേഴ്സ് ഇറങ്ങി വന്നു. അപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പം ആദർശിൻ്റെ റിലേറ്റീവ് ആരാ എന്ന് ചോദിച്ചു. ഞങ്ങളാ സർജറിയുടെ ക്യാഷ് അടച്ചിട്ടില്ല. ആദർശിന് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല, ആദർശേട്ടന് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എന്ന് ആരതി പറഞ്ഞു. ഓക്കെ, എങ്കിൽ പിന്നെ ബില്ല് പേ ചെയ്യാനായിട്ട് ചെന്നോളൂ. ആ കൗണ്ടറിൽ ചെന്നുവെച്ചാൽ മതി, അവിടുത്തെ ബില്ല് എത്രയാണെന്ന് പറയും. അപ്പോൾ പേ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നേഴ്സ് അങ്ങ് പോയി. അപ്പം അവിടുന്ന് താൻ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശ്യാം സാർ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ശ്യാം സാറിന് ആകെ സങ്കടമായിട്ടോ. ബാങ്കിൽ അക്കൗണ്ടിൽ കൂടിപ്പോയ 25,000 രൂപ കാണും. ഇപ്പം ആരോടാ കടം ചോദിക്കുക? അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴത്തേനും നന്ദിനിയമ്മയ്ക്ക് കാര്യം അറിയായിരുന്നു പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ നന്ദിനിയമ്മ നേരെ പുറകെ ചെന്നു. എന്നിട്ട് കൈ കിടന്ന വളയൂരി ശ്യാമിൻ്റെ കൈ വെച്ച് കൊടുത്തു. വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. അപ്പോൾ ശ്യാം സാർ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഒരു നെക്കവും ഇല്ല, എല്ലാം നിശബ്ദത. ശംഖുവും ഗൗരി ഇതുവരെ തിരിച്ചെത്തിയില്ലേ? അപ്പോൾ മുത്തശ്ശി അവിടെ വിഷമിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. മുത്തശ്ശി, ശംഖുവും ഗൗരി ഇതുവരെ തിരിച്ചു വന്നില്ലേ? അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശി ഇങ്ങനെ മണികിലേക്ക് കാണിച്ചു. അപ്പോൾ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മായി എവിടെയാണ് മുത്തശ്ശി? ദേവമാമയുടെ ഒച്ചയും കേൾക്കുന്നില്ലല്ലോ, അവരാരും ഇവിടെ ഇല്ലേ? എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു. ഇവിടെ ആരും ഇല്ലേ? അങ്ങപ്പോൾ അങ്ങ് പോയി എന്നിങ്ങനെ കാണിക്കാം. എല്ലാവരും എവിടേക്കാണ് പോയത്? അപ്പം ഒന്നും മനസ്സിലാവണമില്ല. ഇനിയിപ്പം മുത്തശ്ശി എന്താ പറയണത്? ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗംഗ. അപ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ കമല, ഗംഗേ, ആദർശിന് ആക്സിഡൻ്റ് ആയി, അവരെല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. അയ്യോ, എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? അറിയില്ല, അവിടെ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. ആണോ? എന്നാൽ ഞാൻ ശംഖുവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗംഗ ശംഖുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ ശംഖു എടുത്തില്ല കേട്ടോ. അത് എടുക്കുന്നില്ലല്ലോ. ഗൗരിയുടെ ഫോൺ നമ്പർ അറിയോ? ആ എന്നാ പറ എന്ന് പറഞ്ഞ് ഗൗരിയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും യാത്രയിലാണ്. ഗൗരിയുടെ കാര്യങ്ങളൊന്നും ശങ്കർ പറഞ്ഞിട്ടില്ല. പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്തു. ഹലോ, ആരാ? ഹലോ ഗൗരി, ഇത് ഞാനാ ഗംഗ. ഗംഗയായിരുന്നോ? എന്താ ഗംഗേ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറ. ഗംഗെ, ശങ്കർ ഗംഗയെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിളിക്കാൻ പറയണേ. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലെത്തിയോ? ഗംഗ എന്താ ചോദിച്ചത്? കേട്ടില്ല. അതെ, കാറിലായതുകൊണ്ട് റേഞ്ച് കട്ടായി പോവാം. ഓ, അപ്പം നിങ്ങളിതുവരെ ഹോസ്പിറ്റലിൽ എത്തിയില്ല അല്ലേ? പിന്നെ ഗൗരി, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, ആദർശിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഞെട്ടിപ്പോയി. ആദർശന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, അബദ്ധമായല്ലോ. അപ്പോൾ ഗൗരി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? മണ്ടത്തരായി. ഗംഗേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആദർശന് എന്താ പറ്റിയതെന്നാ ചോദിച്ചില്ലേ? അത് ശംഖു പറയും എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗംഗ ഫോൺ വെച്ചു. അപ്പോൾ ഗൗരി ആകെ അപ്സെറ്റായി. ശങ്കർ വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? എന്താ പറ്റിയത്? ശങ്കർ ഇനിങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ ആദർശന് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയൂ ശങ്കർ, പ്ലീസ്. എന്താണെങ്കിലും ഒന്ന് പറയുക എന്ന് പറഞ്ഞു. അത് പിന്നെ ഗൗരി, നമ്മുടെ അളിയൻസിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. നീ അതറിഞ്ഞാൽ നിനക്ക് താങ്ങാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാട്ടോ ഞാൻ പറയാഞ്ഞത്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഗൗരി. അപ്പോൾ ഗൗരി എന്ത് കരയാ? നീ കരയരുത് കേട്ടോ, നീ കരയരുത്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. വിഷമിക്കാതെ, കുഴപ്പമൊന്നുമില്ലാന്നേ. അപ്പോൾ ഇതേണ്ട നമ്മുടെ മഹാദേവനും രാധാമണിയും ശേഖരനും ശങ്കറും ഗൗരിയും എല്ലാവരുടെ ഇതേ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എടാ കുട്ടിശങ്കര, എൻ്റെ മരുമോൻ എവിടെയുള്ളത്? അച്ഛാ, ഇതിപ്പോൾ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. മുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്താ. ശ്യാം സാറിനെ ഞാനിപ്പോൾ വിളിച്ചതല്ലേ. അച്ഛൻ വേഗം ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ ചെല്ലുകയാണ്. അപ്പോൾ വേണിയെല്ലാം നിൽക്കുകയാണ്. നന്ദിനിയമ്മേ എന്ന് വിളിച്ച് വേണി. അപ്പോൾ വേണി ഓടിച്ചെന്ന് അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോഴത്തേനും ആകെ സങ്കടമായി. വേണിയുടെ അവസ്ഥ കണ്ട്, മോളെ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എൻ്റെ ആദർശേട്ടൻ എന്ന് പറഞ്ഞാണ് കരയണത്. ശ്യാം സാറേ, അല്ല അളിയൻസിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ശങ്കർ ഇങ്ങനെ ചോദിക്കുക. ഡോക്ടർ എന്താ ശങ്കർ പറഞ്ഞത്?
സർജറി നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് നമ്മുടെ രാധയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മേ ഞാൻ കാരണം കേട്ടോ ആദർശേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ ഒറ്റൊരാളുടെ വാശിക്കാരനാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ എന്താ വേണിമോളെ പറയണത്? അളിയൻസിൻ്റെ ഈ അവസ്ഥയ്ക്ക് നീയാ കാരണമെന്നോ? എന്താ വേണിമോളെ ഈ പറയണത്? അതേ ഏട്ടാ സത്യം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. എൻ്റെ അഹങ്കാരം കൊണ്ട് ഇത് സംഭവിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. വേണിമോളെ എൻ്റെ പൊന്നോ, അവളെ കാണാൻ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവളെയോ പോവണ്ടെന്ന് ആദർശേട്ടൻ എന്നോട് 100 വട്ടം പറഞ്ഞതാ. പക്ഷേ ഞാൻ കേട്ടില്ല, എൻ്റെ വാശിക്കാണ് പോയത്. അവളോ? ഏതവള് എന്ന് ചോദിച്ചു വേഗം മഹാദേവൻ. ചോദിച്ച് കേട്ടില്ലേ മോളെ? അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കണം. മോളെ അച്ഛൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറ വേണി മോളെ, എന്താ സംഭവിച്ചതെന്ന് നീ തെളിച്ചൊന്ന് പറയുക എന്ന് ശങ്കർ ഇങ്ങനെ പറഞ്ഞു. ഇല്ല ഏട്ടാ, എൻ്റെ ഏട്ടാ സത്യം പറഞ്ഞാൽ ഇനിയും എനിക്കതങ്ങോട്ട് പറയാൻ വയ്യ എന്ന് പറഞ്ഞ് വേണിമോളാകെ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തുട്ടായി സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? നീ അത് പറയാണ്ട് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മോളെ അറിയുക എന്ന് ശങ്കരനും ചോദിച്ചു. അതെ, ഈ സമയത്ത് ഒരുപാട് ചോദ്യം ചോദിച്ച് വേണി നമ്മളെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ട, അവളൊന്ന് റിലാക്സ്ഡ് ആവട്ടെ എന്ന് ഗൗരി പറഞ്ഞു. ഗൗരി പറഞ്ഞത് ഇപ്പം കറക്റ്റാട്ടോ. വേണിമോക്കെ ഇത്തിരി സ്വസ്ഥത കൊടുക്കുക, അവളൊന്ന് തിരക്ക് കൂട്ടണ്ടെന്നേ അവൾ പറയും, അവളൊന്ന് റിലാക്സ്ഡ് ആവട്ടെ. അപ്പോൾ ഗൗരി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സാരമില്ല, എന്താണെങ്കിലും ഇത് നിൻ്റെ മനസ്സൊന്ന് ശാന്താവുമ്പോൾ നീ അത് മനസ്സ് തുറന്നു പറഞ്ഞാൽ മതി. ഇപ്പോൾ ആദർശേട്ടൻ്റെ കാര്യമാണ് നമുക്ക് പ്രധാനം, മോള് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗരിയോട് എന്നിട്ട് ഗൗരി എൻ്റെ ആദർശേട്ടനൊന്നും പറ്റില്ല അല്ലേ ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗാകെ ഇങ്ങനെ ഗൗരി, നീ എന്തിട്ട് തേങ്ങയാ വേണിമോളെ ഈ പറയണത്? അളിയൻസിന് ഒരു കുഴപ്പമുണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഓപ്പറേഷൻ കഴിയുമ്പോൾ ആൾ നല്ല മിടുക്കനായിട്ട് വരുന്നേ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും ഓർക്കുമ്പോൾ വേണിക്കത് സഹിക്കാനും പറ്റണേയില്ല. അപ്പോൾ ഒരു കാര്യം അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്യാം സാറ് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നതും ആദർശന് അടി കിട്ടിയതും ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ കള്ളന് ആദർശേട്ടനെ ഒന്ന് തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയിരുന്നില്ലേ? അവൻ എന്തിനാ തലയ്ക്കടിച്ചത്? അങ്ങനെയായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരുന്നോ? സത്യത്തിൽ ഞാനല്ലേ ഇതിനെല്ലാം കാരണം. ഇത് അവൻ ഇരുമ്പ് വടി കൊണ്ടാണ് അവൻ തലയ്ക്ക് പിന്നില്ല അവൻ അടിച്ചത്. എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ആദർശേട്ടൻ്റെ തലയുടെ പുറകുവശം പൊട്ടിയിട്ട് രക്തം വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേനും ശേഖര, എൻ്റെ മരുമോനോട് ഏത് ശവിയാണിത് ചെയ്തെങ്കിലും അവനെ നമുക്ക് പൊക്കണം. വേണിമോളെ, ആ സ്ഥലം എവിടെയാണെന്ന് നീ ശേഖരേട്ടനോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. അച്ഛാ, ആ കള്ളന്മാരെ അവിടെ നിന്ന് അപ്പം തന്നെ സ്കൂട്ടായിട്ടുണ്ടാവില്ലേ? എൻ്റെ പൊന്നോ, അവന്മാരെ ഏത് തേങ്ങയിലേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ. ഇതേ റോഡിനും മുക്കിനും മൂലയിലുമേ ക്യാമറയുള്ള സമയമാണ്. അതുകൊണ്ട് അതിൽ അവൻ്റെ ഈ മോന്ത എങ്ങനെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടാവും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ശേഖര, നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേ. എത്രയും വേഗം തന്നെ കാര്യങ്ങൾ അറിയണം. ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമോൻ്റെ കാര്യമാണെന്ന് നീ പറ. ശരി അച്ഛാ എന്ന് പറഞ്ഞു ശേഖരൻ. നാളെ രാവിലേക്ക് മുമ്പ് എൻ്റെ മരുമോനെടുത്ത് ആരാ ചെയ്തതെന്ന് എനിക്കറിയണം. മനസ്സിലാകുന്നുണ്ടോ അച്ഛാ? ഇത് ചെയ്ത് ആരാണെങ്കിലും അവനെ നമ്മൾ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞ ശേഖരൻ. എൻ്റെ മരുമോൻ്റെ അപകടം നടന്നത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ശരി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ വേഗം വിളിച്ചേ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് മിഥുൻ്റെ ലാൻഡിങ്. മിഥുനെ കണ്ടപ്പോഴത്തേന് ശങ്കറിന് ശരീരം വിറച്ചിട്ട് വയ്യ. ഗൗരി, ഈ ഫ്രോഡിനെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശങ്കർ, അവൻ്റെ കള്ളത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് മിഥുന് ഒരിക്കലും സംശയം തോന്നാൻ പാടില്ല. ഇവനെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് കല്ലി വന്നിട്ട് വയ്യാട്ടോ സത്യത്തിൽ. പ്ലീസ് ശങ്കർ, ദേ ഇവിടെ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ. ഗൗരി, നീ പറഞ്ഞത് കൊണ്ട് മാത്രാട്ടോ ഞാൻ അടങ്ങിയിരിക്കണത്, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. അവൻ്റെ വല്ല ഭാവ വ്യത്യാസം ഉണ്ടോ നോക്കിയേ.
അവൻ്റെ ഒരു അസലൊരു നടനാട്ടോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ മിഥുൻ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.